ഷിഫ നമ്മളെങ്ങോട്ടാ പോണേ? നമ്മള് ഫുഡ് കഴിക്കാൻ. എവിടെ? അറിയില്ല. ആയിക്കോട്ടെ. വണ്ടില്ല അതേ ഓട്ടോക്കാർ നിർത്തി തരൂലേ? ഓട്ടോക്കാർ എന്തായാലും നടത്തി തരില്ല. അത് നടത്തി തരില്ല എന്ന് മാത്രമല്ല, ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമാവും. ഓട്ടോക്കാര് നിർത്താതെ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. എന്തോ തിരക്കില്ല, കുറച്ച് തിരക്കൂടുണ്ടാവും. തിരക്ക് ഇല്ല, എന്താ തിരക്ക്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? എംഎസിലോട്ട് പോവാണ്. എന്തിനാ എടുക്കാന്? സുഖമായിടത്തുനിന്ന് വിളിച്ചു നോക്കണോ? വിളിച്ചോക്ക് നോക്കാം. സൈഡാക്കി സൈഡാക്കാൻ പറ്റുമോ? ആംബുലൻസ് മുന്നേ സൈഡാക്കാം. കഴിഞ്ഞിറക്കണ്ടേ? ഇവിടെ നിർത്തി ബ്ലോക്കാക്കൊരു. സുധിയെ എവിടെ? റോട്ടിൽ ബ്ലോക്കായി നിക്കണ. വേഗം വരെ. ഞങ്ങൾ ഫ്രണ്ടിലുണ്ട് കേട്ടോ, ഫ്രണ്ടിലുണ്ട്. ഓക്കെ. സുധി മാഡം നടന്നു വരികയാണ്. സുധി മാഡോ വണ്ടിയിൽ കയറി. സുധി മാഡം നമ്മൾ എങ്ങോട്ടാ പോണേ? കറക്റ്റ് ലൊക്കേഷൻ നമ്പറാ. അവിടെ നടന്നു വരുന്നോ? അത് ശരി, നടന്നു വരുന്നു. ശ്രീ ചൈത്യ ഓടി വരാൻ പറ. എന്താ ശരി, വരിക. വെള്ളാണ്, സൈഡാക്കി കൊടുക്കേ. ചാടിക്കിടക്ക്. വെള്ളല്ലേ, സീനില്ല. അങ്ങനെ അവിടെ സാരഥി എത്തിയിരിക്കുന്നു. വെൽക്കം. അങ്ങാടിപ്പുറം ബ്ലോക്ക് ഉണ്ടോ? നോക്കട്ടെ വരും. ഹോട്ടലിൽ പോണേ. ബ്ലോക്കൊന്നും കാണാനില്ല. ഇതിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ശ്വാസനെ, ഓർമ്മയുണ്ട? വീഡിയോ ചെയ്തു. എനിക്ക് ആ പാലുണ്ടല്ലോ, പാലൊന്ന് വീതി വിട്ടണം. ആ പാലം ഇപ്പൊ തന്നെ ഇളകുകയാണ്. ചെങ്ങ ആ പാലം ഇളകുക മാത്രല്ല, പാലം വീതി വിട്ടണം. അവിടെയും പാലം വീതി വിട്ടണം, ഇവിടെയും പാലം വീതി വിട്ടിട്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വീതി. ഇതിന്റെ ഇടക്ക് അമ്പലത്തിന്റെ വാക്കുണ്ടല്ലോ, ഭയങ്കര ചെറുതാ. എന്തെങ്കിലും ചെയ്തിട്ട് ശനി ഞായർ വെള്ളിയാഴ്ച ഒക്കെ വമ്പൻ ബ്ലോക്കാ. ഞാൻ ഒരു ദിവസം 1 മണിക്കൂർ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കാത്തുനിന്ന്. 1 മണിക്കൂർ വിട്ടടൂ, ഭയങ്കര പടല്. ഇന്ന് തിരക്കില്ലല്ലോ. എന്താണ് സംഭവം? എനിക്ക് തോന്നുന്നു നൈസായിട്ട് പാളിയും തോന്നുന്നു. കാര്യം എന്താ അറിയാമോ, നെസ്റ്റോന്റെ അവിടെ ചിലപ്പോ തിരക്കുണ്ടാവും, പറയാൻ പറ്റില്ല. അതായിരിക്കും നെസ്റ്റോ നമ്മൾ പോകുന്ന സ്ഥലേ. തൃശ്ശൂര് മാത്രല്ല, പെരുന്തമണ്ണ നെസ്റ്റോ ഉണ്ട് കേട്ടോ. ശിവ ഇപ്പൊ ആ ഒരു കട്ടിട്ടില്ലേ, അവിടെ കട്ടിട്ടിട്ട് അപ്പുറത്തെ ഒരു തടാകം പോലെ ഒരു ചെറിയ സ്ഥലം. ഇപ്പൊ വണ്ടികളെന്താ അതിലേക്ക് മറിഞ്ഞു വീഴ, കാറൊക്കെ വീണ അതിന്റെ അടിയത്തെ ഭാഗമൊക്കെ പൊട്ടും. ഇപ്പൊ കട്ടിട്ടതിനൊക്കെ വലിയ പ്രശ്നമായിരിക്കുന്നു. അത് റെഡിയാക്കി എന്താ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടുതലുള്ള വണ്ടി കൊണ്ടുവരേണ്ടി വരുവേ. എന്ത് ഗ്രൗണ്ട് ക്ലിയറൻസ്? ചെങ്ങായി ഒരു ഗർത്താണ്. ഞാൻ കാണിച്ചതാണ് കുറച്ചുണ്ട്. തിരക്ക് എന്നാലും കുറഞ്ഞിട്ടോ, എന്താ അറിയില്ല. തിരക്കൊട്ടും ഇല്ല. ഇതാ ഇരിക്കുന്നത് തീർന്നില്ലേ? അങ്ങനല്ലടോ, അങ്ങാടിപ്പുറം ബ്ലോക്ക് പറഞ്ഞതിന് 1 കിലോമീറ്റർ നീള. ഇതിപ്പോ അത്ര ഉള്ളൂ. ഞാൻ കാണിച്ചതാണ് ഗർത്തം. കട്ട് ചെയ്തോ? ഞാൻ പറഞ്ഞ ഗർത്തം പറഞ്ഞതാ.
ഇതല്ലേ എടാ അത് കണ്ട ആ സൈഡ് കണ്ട കുഴി, ഈ കുഴിക്ക് വന്നിട്ട് വണ്ടി വീഴും. അവരിപ്പോ ഇത് വെച്ചിക്കണടാ, ഇപ്പൊ സ്ലാബ് ഇട്ടിരുന്നു കണ്ട ആ സൈഡ് ഉണ്ടാ ആ കുഴി. അതിലൊക്കെ ആദ്യം ഫുള്ള് അത് കുഴിയിലാണ്, ഇത് ഇപ്പോഴും കുഴിയാണ്, കാണാനില്ല. ആ ഒരു കുഴിയാ, ആ കുഴിയിൽ പോയിട്ട് വണ്ടി ഒരു സൈഡ് കണ്ട് വീഴും. കണ്ട ഈ സൈഡൊക്കെ നോക്ക്, ഇതിന്റെ ഇടയിൽ വന്ന് രാത്രി ഒന്നും ചിലപ്പോ കാണൂല. ഇവിടൊക്കെ നല്ല വീതിയില്ലേ, ഈ വീതി കഴിഞ്ഞ നേരത്തിനൊക്കെ 2 വരി പാത. ആഹാ എന്താ ഇവര് എന്താ കാട്ടി, അല്ലെങ്കിൽ 2 വരിയിൽ തന്നെ പോയാൽ മതി. 2 വരി. ആ ഇത്രയും കട്ടിട്ട് ഇവിടെ കുറച്ച് സിമെന്റ് ഇട്ടൂടെ? കേരളം എന്തൊരു വികസനമാണ്. കേരളത്തിന് വികസനം ഇല്ല. ബ്ലോക്കില്ല ഞാൻ ബ്ലോക്ക്. ഇന്നെന്താ ബ്ലോക്ക്? ഇന്ന് തിങ്കളാഴ്ച ചങ്ങായിയെ, ചൊവ്വാഴ്ച തിങ്കളേ. നമുക്ക് എല്ലാ ദിവസവും ഞായറും ഞായറാഴ്ച ഡ്യൂട്ടി ഉള്ളതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല. തിങ്കൾ ഏതാ ആള് പോയിക്കോട്ടെ. സീബ്ര ക്രോസിംഗ് ഫോർ പീപ്പിൾ ടു വാക്ക്. ഞാനൊരു മാന്യനാണ് അല്ലേ? എടാ ചെങ്ങായി ഇതിട്ടേ മഞ്ഞ മഞ്ഞ. ഞാൻ അത്ര നേരം വിളിച്ചെന്തിച്ചിട്ടാണ്, ഇരുട്ടായത് മനസ്സിലാവണില്ല. ശരി വെച്ചോ, മഞ്ഞച്ചിരിക്കട്ടെ അല്ലേ? മഞ്ഞച്ചിരിക്കട്ടെ, കുടിച്ച് വെളിച്ചത്തോടെ ഓടിക്കാം. നല്ല വെളിച്ചുണ്ട്. കണ നോക്കണ മഞ്ഞുണ്ടായില്. ഓ അടി സക്കേ ഗ്രൈൻഡ് ടേബിൾ. നമ്മള് ഗ്രൈൻഡ് ടേബിൾക്ക് പോകണം. പറയുമ്പോ എല്ലാം പറയണല്ലോ. എല്ലാം പറഞ്ഞു. ഗ്രൈൻഡ് ടേബിൾ രാത്രി ലേറ്റ് എത്തിച്ചു. രാത്രി വൈകിട്ട് രാത്രിയായ മഞ്ഞക്കണ്ണിട്ട് മാറ്റി. ഗ്രൈൻഡ് ടേബിൾ GRIN. ഗ്രൈൻ എന്ന് പറയുമ്പോ GRINE വരും. ഗ്രീൻ ഗ്രീൻ ഓർ ഗ്രൈൻ നമ്മള് ഇവിടെ എന്താ പ്രത്യേകത അറിയോ? ഇവിടെ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ വാലറ്റ് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അതായത് വാലറ്റ് പാർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നമ്മളെ വണ്ടി എടുത്തിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ വരുമ്പോ കൊടുത്തോളൂ. പെരിന്തൽമണ്ണ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെ നിർത്താൻ പറയുന്നത്? ആയിക്കോട്ടെ, എല്ലാം ചാരിയാലോ, ഓർക്ക് ഡോർ ഉറക്കാത്ത രീതിയിൽ. അപ്പൊ വാലറ്റ് പാർക്കിംഗ് അവര് തരും. പൈസ തുറക്കാന്നുണ്ടോ? ഓക്കെ, ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, കൊള്ളാലോ അല്ലേ? എനിക്ക് ഒരു ദിവസം തൊടുന്ന ഒന്നുമില്ല ഇങ്ങനെ. ഇപ്പൊ പയ്യപ്പോ അവർ ലാസ്റ്റ് ഗെറ്റ് ടുഗദർ ബിഫോർ going. ഫെയർവെല്ലിന്റെ മുന്നത്തെ ലാസ്റ്റ് ഗെറ്റ് ടുഗദർ. ഇവനോടെ എടാ അതിന്റെ ഇത് പോയിക്കണോ? ലേറ്റ് എത്തണ്ടല്ലോ. ഫെബിനെ ഇവിടെ ക്ലിയർ ആണോ? കറക്റ്റ്. എപ്പത്തി ഞാൻ വൈകില്ലല്ലോ. ഓ ആംബിയൻസ് ഇഷ്ടമായോ? പൊളിയല്ലേ? നിനക്ക് ഇഷ്ടമായോ? ഏഞ്ചൽ മാഡത്തിനെ ക്ഷണിച്ചുള്ളത്. കൊടുത്തോളൂ. ഇവിടെ ഫുഡ് എന്താ പ്രത്യേകത അറിയോ? ഫുഡ് മാത്രല്ല, ഇവിടെ നല്ല സർവീസാ.
പെരിന്തൽമണ്ണ പല ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആരുവാണെങ്കിൽ തിന്നാ മതി എന്നുള്ള രീതിയാണ്. പക്ഷെ ഇവർ അങ്ങനെയല്ല. നമ്മള് കൊറേ കഴിക്കുമ്പോഴേ നമ്മള് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്ന എപ്പോഴാ ഫുഡ് വരിക. മറ്റോടത്ത് നമ്മള് വെയിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് പലവട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക വെച്ചാൽ നമ്മൾ അവിടെ പോയി ഇരിക്കും. എന്നിട്ട് കുറെ നേരം അവര് നോക്കൂല. നോക്കി കഴിഞ്ഞാല് വേണമെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തോ നിങ്ങളുടെ ആവശ്യം പോലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഭയങ്കര സർവീസ്, ഭയങ്കര സർവീസ്. ഇവിടെ നല്ല ആംബിയൻസ് ആണ്. ആംബിയൻസ് പറഞ്ഞാൽ ഒരു വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. നമുക്ക് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് കണ്ട് നോക്കി ഓപ്പൺ കിച്ചൺ ഭയങ്കര രസമാണ്. ഭയങ്കര രസം പറഞ്ഞാൽ ഇനിയിപ്പോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ നോക്കിയിരിക്കാന്നാണ്. വെള്ളമൊക്കെ വെച്ച് വെള്ളമൊക്കെ ഇട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല രസാ. ഫുഡിനെ പറ്റി എന്താ പറയാനുള്ള എല്ലാവർക്കും? ഫസ്റ്റ് ആംബിയൻസ് പറയാം. ആംബിയൻസ് അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഓപ്പൺ കിച്ചൺ കണ്ടിട്ടില്ല. ആംബിയൻസ് അടിപൊളിയാണ്. ഇത് കുറച്ച് ഫുഡ് കുറച്ച് അടുത്തുള്ളവർക്കും കൊടുക്കാന്ന് വെച്ച് ഫുഡ് ഷെയർ ചെയ്യാൻ നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്, നല്ല അടിപൊളിയായിട്ട്. അപ്പൊ സർവീസ് ഒക്കെ അടിപൊളിയാണ്. ആൾക്കാരൊക്കെ ഭയങ്കര എനിക്ക് തോന്നി ഞാനിപ്പോ പല ഇപ്പൊ പേരെടുത്ത് നമ്മൾ പറയാൻ പറ്റില്ല. പല ഷോപ്പിലും പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ വ്യത്യാസം തോന്നുന്നുണ്ട് ഇവിടെ. ഞാൻ എന്താ വേണ്ട, ഫുഡ് സാറ്റിസ്ഫൈഡ് ആണോ, എല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ പ്ലേറ്റ് ഒന്നും എറിഞ്ഞു തരത്തില്ല. കറക്റ്റ് അവിടെ കൊണ്ടുവച്ച് നല്ല നമ്മുടെ അത്ര ഹോസ്പിറ്റാലിറ്റി ആണ് അല്ലേ? അതാണ് പറയാനുള്ളത്. എനിക്ക് ഓൾറെഡി മൈക്ക് തരണ്ട. എന്ന് അടിച്ചു പൊളിച്ചില്ലേ? വയറ് വേണല്ലേ?